ചേരയാണെങ്കിലും ചിലപ്പോൾ ചവിട്ടിയൊക്കെ അടുക്കുമല്ലോ. അപ്പോൾ എന്നതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു പാവപ്പെട്ട സംഘടനയാണ്. അവരെന്തും ആർക്കും പറയാം, ചാനലിലേക്കൊക്കെ എന്തും പറയാമെന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെ പറഞ്ഞാൽ അതിന് ശക്തമായ നിലക്കുള്ള പ്രതികരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭാഗത്തു നിന്നുണ്ടാവും. വിമർശനങ്ങളുണ്ടാവും, ആക്ഷേപിക്കലുണ്ടാവും, ഇല്ലാത്തത് പ്രചരിപ്പിക്കലുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകൾ മുഴുവനും ശരിയല്ല. അത് പലതും അസത്യമായിരിക്കും പ്രചരിപ്പിക്കപ്പെടാം. അത് ഏത് ചാനൽ കൂടി പ്രചരിപ്പിക്കപ്പെട്ടാലും മറ്റുള്ള മാധ്യമങ്ങൾ കൂടി പ്രചരിപ്പിക്കപ്പെട്ടാലും അതിന് പല നിലക്കുള്ളതായ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് കടത്തിയതോ അല്ലെങ്കിൽ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയോ പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകളുണ്ട്. അങ്ങനത്തെ വാർത്തകൾ ചിലപ്പോൾ ചില ചാനലുകളോ മറ്റോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചും അതിനെ ഇകഴ്ത്തുന്നതായ വാർത്തകൾ ചിലപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, ചേരയാണെങ്കിലും ചിലപ്പോൾ ചവിട്ടിയൊക്കെ അടുക്കുമല്ലോ. അപ്പോൾ എന്നതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു പാവപ്പെട്ട സംഘടനയാണ്. അവരെന്തും ആർക്കും പറയാം, ചാനലിലേക്കൊക്കെ എന്തും പറയാമെന്ന് ആരും വിചാരിക്കേണ്ട. അങ്ങനെ പറഞ്ഞാൽ അതിന് ശക്തമായ നിലക്കുള്ള പ്രതികരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നതായ ദുഷ്പ്രചരണങ്ങളിൽ നമ്മളെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യത്തിന് എതിരാകുന്നതായ സംഗതികളുണ്ടല്ലോ, അത് നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇതൊരു വലിയ പ്രസ്ഥാനമാണ്, ഇതൊരു ശക്തമായ പ്രസ്ഥാനമാണ്. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ സ്ഥാപിച്ച് അവർ തന്നെ ഇന്നും അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായതുകൊണ്ട് നമുക്ക് ഉച്ചത്തിൽ പറയാം, ഈ പ്രസ്ഥാനത്തിന് ഈ ലോകത്ത് ഒരു ശക്തിക്കും അതിനെ നശിപ്പിക്കാനോ അതിനേതെങ്കിലും നിലക്കുള്ള പോർവെക്കാനോ ഒരിക്കലും സാധ്യമല്ല. അത് നമ്മൾ അനുവദിക്കുകയില്ല എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള കേരള യാത്ര, ആ കേരള യാത്ര മണ്ണാർക്കാട് വന്നപ്പോൾ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞ വാക്കുകളാണിത്. മണ്ണാർക്കാട് വന്നപ്പോൾ ചാനലുകളോടുള്ള ആ ഒരു സമീപനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് TV ചാനലുകളാണോ അതോ ഈ യൂട്യൂബ് ചാനലുകളാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു കാര്യം, വ്യക്തികൾ നടത്തുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ തങ്ങൾ പറഞ്ഞ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളിൽ തന്നെ അവസാനം മഹാന്മാർ സ്ഥാപിച്ച സ്ഥാപനം മഹാന്മാരുടെ സഹായത്തോടെ അവരുടെ നിയന്ത്രണത്തിൽ എന്നുള്ള ആ ഒരു വാക്ക് വന്നില്ലേ, അങ്ങനെ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഒന്നാമത്, താങ്കളെ ഇതര മതവിശ്വാസികൾ, ആദർശത്തിലുള്ളവർ, അതുപോലെ മറ്റു ആളുകൾ നിരീക്ഷിക്കുന്നത്, വീക്ഷിക്കുന്നത് ഇസ്ലാമിൻ്റെ പ്രതീകമായിട്ടാണ്, ഇസ്ലാമിൻ്റെ ഒരു വക്താവായിട്ടാണ്. കേരളത്തിലെ മുസ്ലിം സംഘടനകളിലെ മുഖ്യധാര പ്രസ്ഥാനമാണ് താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന. അപ്പോൾ താങ്കളിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ, അതിൽ ഏതെങ്കിലും തരത്തിൽ ഇസ്ലാമിന് ക്ഷതമേൽപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം അത് ഇതല്ലട്ടോ, അത് അവരുടേതാണ് എന്ന് പറയേണ്ട ഉത്തരവാദിത്തം ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ചില ആളുകൾ നിർവഹിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അതിൽപ്പെട്ട ഒരാളാണ് ഈ സാധുവും. മറ്റൊന്ന്, ഹക്ക് ജാഹ് ബർക്കത്ത് എന്നുള്ള ആ ഒരു മേഖല വരെ അറിയാതെയും പഠിക്കാതെയും അതോടൊപ്പം ഉണ്ടായിരുന്നു. അതിനപ്പുറം ഇസ്തിഗാസ എന്നുള്ള ലെവലിലേക്ക് നിങ്ങളും തിരിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവാത്തൊരു മേഖലയാണത്. അതുകൊണ്ട് നമ്മൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോന്നിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം ഇതിൽ നിന്ന് കുറച്ചും കണ്ട് പോന്നിട്ടുള്ളൂ, പറ്റങ്ങോട്ട് മൊഴി ചൊല്ലിയിട്ടൊന്നുമില്ല. ലോകത്തിൻ്റെ പോക്ക് മറ്റൊരു ദിശയിലേക്കാണ് അഭിമുഖീകരിക്കുന്നത്. വലിയ വലിയ പ്രതിസന്ധികളാണ്. വരും തലമുറയ്ക്ക് ഇവിടെ എത്രത്തോളം സുഖവും സന്തോഷവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകളെ പഠിപ്പിക്കുകയോ ഒക്കെ ആവാം. സോഷ്യൽ മീഡിയയിലേക്ക് ഇടുമ്പോൾ ഇതിലേക്ക് ഒരാളെയെങ്കിലും സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത, ഉള്ളത് തുളുമ്പിപ്പോകാതെ അതിനെ കേടുവരുത്തിയും കൊണ്ട് മോശമാക്കിയും കൊണ്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അതുപോലെയുള്ള പ്രതികരണങ്ങൾ 2 വട്ടം, 2.5 വട്ടം, 2.25, അരക്കാല്, 3 വട്ടം അത് ചെയ്തിരിക്കും, അത് പ്രതികരിച്ചിരിക്കും എന്നുള്ള കാര്യമാണ് ഒന്ന് പറയാനുള്ളത്. ഇനി മറ്റൊരു കാര്യം പറയുവാനുള്ളത്, അദ്ദേഹം സമാപന സമയമായപ്പോൾ ഇതേ ടോപ്പിക്ക് മറ്റൊരു രൂപത്തിൽ എന്താണ് അവിടെ പറഞ്ഞതെന്ന് നോക്കുക. സമസ്ത ശതാബ്ദി സന്ദേശയാത്ര സമാപിച്ചു. തനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപം നടക്കുന്നുവെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ. സുന്നി ആദർശവിരുദ്ധമായി ഒന്നും തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല, എന്നിട്ടും ഉപദ്രവിക്കപ്പെടുകയാണെന്നും സമാപന സമ്മേളനത്തിൽ ജിഫ്രി തങ്ങൾ പറഞ്ഞു. ഇവിടെ ഇതൊരു വാർത്താ ചാനൽ മീഡിയ വണ്ണിൽ വന്നതാണ്. സുന്നി ആശയത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ സുന്നി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിയ, സുന്നി, ഈ 2 വിഭാഗമാണ് ലോകാടിസ്ഥാനത്തിലുള്ളത്. ഷിയാക്കൾ
അത് അവാന്തര വിഭാഗങ്ങളായിട്ട് വേറെയുണ്ട്. സുന്നി എന്ന് പറയുന്നത് അത് അഹ്ലുസുന്ന വൽ ജമാഅയാണ്. ആ അഹ്ലുസുന്ന വൽ ജമാഅ എന്നുള്ളത് കിതാബുള്ളയും സുന്നത്ത് റസൂലുള്ളയും അടിസ്ഥാനമാക്കി ജീവിക്കുന്നവരാണ്, ഇബാദത്ത് ചെയ്യുന്നവരാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ആ കിതാബുള്ളയ്ക്കും സുന്നത്ത് റസൂലുള്ളയ്ക്കും മുകളിലായിക്കൊണ്ട് പ്രവാചകനോ സ്വഹാബത്തിനോ താബഈങ്ങൾക്കോ തബഉ താബഈങ്ങൾക്കോ അതുപോലെ മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ അടങ്ങുന്ന അയിമ്മത്തിൻ്റെ ഉലമാക്കൾക്കാർക്കും അറിയാത്ത ചില സിദ്ധാന്തങ്ങളും വിശ്വാസങ്ങളും പ്രവർത്തന രീതികളുമായിട്ട് വന്നിട്ട് പറയാണ് സുന്നി എന്നുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഷിയ സുന്നി എന്ന് പറയുന്ന അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയേണ്ട, ഇത് വേറെ ഒരു പ്രത്യേക കാറ്റഗറി സുന്നിയാണെന്ന് പറഞ്ഞ വിഷയമൊന്നുമില്ല. നമുക്കത് അങ്ങനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ അഹ്ലുസുന്ന വൽ ജമാഅയാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പഠിച്ച അഹ്ലുസുന്ന എന്താ അങ്ങനെയല്ലാത്ത അല്ലേ? അതൊന്ന് വിശദീകരിക്കപ്പെടണല്ലോ. പ്രിയമുള്ളവരെ, നസിഹത്ത് മാത്രമാണ്. പ്രതികരണ വീഡിയോ ചെയ്യുന്നത് ഇത് ആരെയും താറടിച്ച് കാണിക്കുവാനല്ല. ഇസ്ലാം എന്ന് പറയുന്നത് അത് ലോകത്ത് 900 മതങ്ങൾക്ക് അത്രയും ഏറെ മതങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെയുള്ള ജാതിയും മറ്റൊക്കെ ഉണ്ടായിട്ട് അതിൽ ഒരു മനുഷ്യന് ജീവിക്കുവാനുള്ള അല്ലെങ്കിൽ ജീവിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ജീവിത രീതിയാണിത്. ഇത് ഒരു സാദാസീത മതമല്ലത്. ഈ 900 പറയുന്നതിൽ വേറിട്ട് നിൽക്കുന്ന ഒന്നാണിത്. ഇത് ജീവിതമാണ്. ഒരു പ്രത്യേകതരം ഒരു മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ മാത്രമല്ല, ഇതിൽ എന്തും മതമാണ്. ഇതിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ലിയേക്കൽ, ശരീരം വൃത്തിയാക്കൽ, ഒളു ചെയ്ത് നിസ്കരിക്കൽ, ഭക്ഷണം കഴിക്കൽ, മക്കളെ താലോലിക്കൽ, മാതാപിതാക്കളോട് നല്ല വാക്കുകൾ പറയൽ, കുടുംബത്തോടുള്ള സഹവർത്തിത്വം, അതോടൊപ്പം സാമൂഹികമായിട്ട് സാമൂഹിക ബാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ജോലിക്ക് പോകൽ, റിസ്ക്, അത് മതത്തിലുള്ളതാണ്. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ മസ്ജിദിലേക്ക് കയറുകയാണെങ്കിൽ, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ, വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ, ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, വണ്ടി എടുക്കുകയാണെങ്കിൽ, വണ്ടിയിൽ കയറുകയാണെങ്കിൽ, എന്തൊരു കാര്യത്തിലാണ് ഒരു സുന്നത്തോ ഓരോ കാര്യങ്ങളില്ലാത്ത. അതുപോലെ തന്നെ 5 വക്ത് നമസ്കാരം, അതിനുശേഷം ഐച്ഛികമായിട്ടുള്ള ഇബാദത്തുകൾ എന്തെല്ലാമുണ്ട്. ഇസ്ലാം ഒരു മനുഷ്യൻ കാലത്ത് എഴുന്നേറ്റ് മുതൽ ഉറങ്ങുമ്പോൾ എങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കണം, കൈ എവിടെ വെക്കണം എന്നടക്കം പറഞ്ഞു തരുന്ന ഒരു സാധാരണക്കാരൻ ഒരു വീട് എങ്ങനെ കൊണ്ടു നടക്കണം, ഒരു രാജാവ്, ഒരു ചക്രവർത്തി ഒരു രാജ്യം എങ്ങനെ ഭരിക്കണം, ഖലീഫ അല്ലെങ്കിൽ ഭരണകർത്താവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഒരു മദ്രസയിൽ എങ്ങനെ ക്ലാസ് എടുക്കണം, വിദ്യാർത്ഥികളോട് എന്ത് പറയണം, എങ്ങനെ പറയണം, കുട്ടികൾ മാതാപിതാക്കളോട് എങ്ങനെ പറയണം, എല്ലാം പഠിപ്പിച്ചു തരുന്ന ജീവിത പദ്ധതി, ജീവിത വ്യവസ്ഥ, ജീവിത മതം. ഇത് അല്പം കുറച്ച് വിശ്വാസങ്ങളും 2 കുമ്പിട്ട് നേരിലും അല്ല ഇസ്ലാം. ഏതെങ്കിലും ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കലും റംസാനിക്ക് പട്ടിണി അടക്കലും 5 നേരം ഈ പറഞ്ഞ കുമ്പിട്ട് നീക്കലും അതല്ല, ബാക്കിയുണ്ട്. ജീവിതം മുഴുവൻ മതത്തിലാണ്. അത് മനസ്സിലാവണമെങ്കിൽ വജ്ജഹത്തു വജ്ഹലില്ലാഹില്ലദി ഫതറസ് സമാവാതി വല്ലർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്നസ്സലാത്തി വനുസുക്കി വമഹിയായ വമമാതി. ഇന്നസ്സലാത്തി എൻ്റെ നമസ്കാരം, വനുസുക്കി എൻ്റെ സൽപ്രവൃത്തികൾ, വമഹിയായ എൻ്റെ ജീവിതം, വമമാതി എൻ്റെ മരണമടക്കം. ഇത് നിസ്കരിക്കുമ്പോൾ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് അല്ലേ വജ്ജഹത്തുമായിട്ട് ചെല്ലും. അതിൻ്റെ അർത്ഥം കൂടി പഠിക്കണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നമ്മുടെ എല്ലാം അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞ രൂപത്തിലാവുമ്പോൾ ഇത് ഒരു പ്രത്യേക മതത്തിൻ്റെതല്ല, ഇത് ജീവിതം തന്നെ. ആ അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ ആ ജീവിത പദ്ധതിയാണ് അല്ലെങ്കിൽ ജീവിത രീതിയാണ് എന്നുള്ളതാണ് ആ പറഞ്ഞു വന്നത്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിലാണ് പ്രിയമുള്ളവരെ അതിന് എന്തെങ്കിലും ക്ഷതമേൽപ്പിക്കുന്ന വിധത്തിൽ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത് അവിടെ നോക്കൂല. പറയേണ്ട സമയത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ എന്ത് ഭീഷണിപ്പെടുത്തിയാലും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇനി എന്താണ് ബാക്കി കേൾക്കാം. ഇത് പ്രസിദ്ധമാണ് ഏറ്റെടുത്തോളം മുതൽ മൂപ്പർക്ക് സന്തോഷകരമായ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കാം. അതൊരു സത്യം തന്നെയാണ്. കാരണം ഞാൻ ഈ വാട്സപ്പ് മറ്റൊന്നും ഉപയോഗിക്കണില്ലെങ്കിലും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ വാട്സപ്പിൽ കൂടിയും മറ്റും പല തെറികളും എഴുതുന്നതും മറ്റതൊക്കെ കൊടുക്കും. ഇതൊരു അക്രമം തന്നെയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് സുന്നി ആദർശത്തിനെതിരായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഓരോ സദസ്സിലും 100 എണ്ണോ, ഒരു 150 എണ്ണോ, ഒരു 200 എണ്ണോ, 500 എണ്ണോ കാണിച്ചു തരാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിന് താങ്കളെപ്പോലെ, താങ്കൾ വന്നതിന് ശേഷം നൗഷാദ് ബാക്കവി അടക്കം വസലായി. ഖുതുബുൽ തങ്ങൾ പിന്നെ സ്വപ്നം കണ്ടു. മഹാന്മാര് പറയുന്നു യഖ്ലത്തിൽ കണ്ടു എന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട്
അങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചിലർക്ക് സംശയിക്കുന്നുണ്ടാവും. ഒരുപാട് അത്ഭുതങ്ങളും അനുഭവങ്ങളും അങ്ങനെ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകാഴ്ചയുമായി ബന്ധപ്പെട്ട കിതാബുകളിൽ കാണാം. ഖുതുബുൽ അഖ്താബുൽ ഔസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ലിമാ ലാ തതകല്ലം, നീ എന്താണെന്ന് സംസാരിക്കാതെ നിൽക്കുന്നത്, നീ എന്താണ് മൗനമായി നിൽക്കുന്നതെന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്കങ്ങനെ സാഹിത്യ സമ്പുഷ്ടമായ വാക്കുകൾ പറയാനും അതിനൊന്നുള്ള അറിവില്ലല്ലോ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ബറക്കത്തായ ഉമിനീര് 7 പ്രാവശ്യം ഔസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ നാവിലേക്ക് പുരട്ടി കൊടുത്തു എന്നാണ്. താങ്കൾ പറഞ്ഞിട്ടുണ്ട്, താങ്കൾ പറയുന്നത് ഏത് സുന്നി ആദർശം എന്നാണ് പറയുന്നത്? അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും നിലകൊള്ളുന്ന ചര്യ, അന്നേ ദിവസത്തിലുള്ള കാര്യത്തെക്കുറിച്ചാണ്. അന്നേ ദിവസത്തുള്ള കാര്യങ്ങൾ, അതിന് ഘടകവിരുദ്ധമായിട്ട് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടെ തെളിവ് സഹിതം ചേർക്കാം. അപ്പോൾ താങ്കളെ വേട്ടയാടുമെന്നല്ല, താങ്കൾ ഇതിനു മുമ്പുണ്ടായിരുന്ന പണ്ഡിതന്മാർ സ്വീകരിച്ചിരുന്ന മിതനിലപാടുണ്ട്. ആ മിതനിലപാടിലായിരുന്നു എങ്കിൽ ഇത്ര തന്നെ താങ്കൾ ട്രോളുകൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു. കുറച്ചും കൂടി പറയേണ്ടത് കേട്ട് ആ മൂപ്പര് പറഞ്ഞ ആ ആദർശം നമുക്കൊന്ന് കേൾക്കാം. ഇതിനെതിരായിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഓരോ സദസ്സിലും ആ സദസ്സിനോട് ബന്ധപ്പെട്ട നിലക്കുള്ള പ്രസംഗങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനത്തെ എന്നെ വളരെയധികം മോശമായ നിലക്ക് ചിത്രീകരിക്കപ്പെടുമ്പോൾ അത് ഞാനൊരു മദ്ലൂമ് തന്നെയാണ്. ദുആഉൽ മദ്ലൂമി മുസ്തജാബുന്ന. അനീസ് അലി പറയുന്നതിന് മുമ്പേ മൻസൂർ അലിക്ക് കുറച്ച് പറയണ്ടേ. താങ്കൾക്ക് ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഇത്രയും വലിയ ഇസ്സത്തോടെ നടത്തിയ, ഇത്രയും കോടികൾ പിരിച്ചിട്ട് അതുകൊണ്ട് നടത്തിയ ഈ ഒരു പ്രോഗ്രാമിൻ്റെ സമാപന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനൊരു പരാതി പറയേണ്ട അവസ്ഥ വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇതിന് ഇതിൻ്റേതായ ഒരു വഴിയുണ്ട്. പരിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും കൈവിട്ടു പോകുമ്പോൾ ചിലതൊക്കെ ഇതുപോലെ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ പറഞ്ഞു വാട്സപ്പൊന്നുമില്ല, സോഷ്യൽ മീഡിയ ഒന്നും. നിങ്ങളെ വീഡിയോകൾ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിലാണേ. നിങ്ങളെ വീഡിയോ വാട്സപ്പ് കൂടിയും യൂട്യൂബ് കൂടിയും ഫേസ്ബുക്ക് കൂടിയും ഒക്കെ വരുന്നുണ്ട്. ഒരാൾ ഇതെന്താണ്, ഇതിൻ്റെ യാഥാർത്ഥ്യം എത്രത്തോളം ഉണ്ട്, പരിശുദ്ധ ഖുർആൻ ഒന്ന് പഠിച്ചാലോ എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ പഠിച്ചാൻ പാടില്ല, പരിശുദ്ധ ഖുർആൻ തൊടാൻ പാടില്ല, നിങ്ങളെ കണ്ണുകൊട്ടെന്ന് അറിയും. പരിശുദ്ധ ഖുർആൻ മനുഷ്യർക്കുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും അത് എടുക്കുക, വായിക്കുക, അതിൻ്റെ ആശയം പഠിക്കുക, അതിൻ്റെ വസ്ത്രമായ അക്ഷരങ്ങൾ ഉണ്ടല്ലോ, അതല്ലാതെ അതിൻ്റെ ആത്മാവായ അതിൻ്റെ ആശയത്തിലേക്ക് ഇറങ്ങാം. ആ ആശയം പ്രപഞ്ചനാഥൻ മനുഷ്യന് നൽകിയ സമ്മാനമായ ആ ഗിഫ്റ്റ്, പിന്നീട് പ്രപഞ്ചനാഥൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റായ ആ ഗിഫ്റ്റ്, അതിലേക്ക് എത്തുവാൻ ആളുകൾ തയ്യാറെടുക്കുമ്പോൾ താങ്കളെപ്പോലെയുള്ള ഇത്രയും വലിയ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്ന ആളുകൾ നൗഷാദ് അഹ്സനിയെ പോലെ ഒരിക്കൽ ഒരു മഹാന്റെ സംഭവത്തിൽ പറയാണെന്ത്, ഇസ്രായേൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വന്നതാ. വന്നേടത്തുനിന്ന് മഹാൻ പറയാണ് എന്ത്, ഫഖദ് ബഖിയ മിൻ നജരി ഫുലാനിൻ ഖദാ, ഉപരി മരിക്കാനായില്ല, എന്തപ്പ തന്നെ വന്നുള്ളത്, സമയാകുമ്പോ വന്നാ മതി, തിരിച്ചു പോകൂ എന്ന് ഇസ്രായേൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞ ഔലിയാക്കന്മാരുണ്ട്. അതുപോലെ പകര അഹ്സനിയെ പോലെ ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ സൈനികൾ തമ്മിൽ കൂടിയിരിക്കും. അങ്ങനെ പറയില്ല, എനിക്കത് ആൺകുട്ടിയാണെന്ന്. പെൺകുട്ടിയായി പടച്ചതിന് ആൺകുട്ടിയാക്കാൻ കഴിയുന്ന ഒരാളെ എന്റെ അറിവിൽ ഇപ്പോൾ ഇല്ല, സിഎം അല്ലാതെ. പെൺകുട്ടിയായി പടച്ചതിന് ആൺകുട്ടിയാക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ സിഎം അല്ലാതെ ഇല്ല. ഇപ്പൊ എന്റെ അറിവിൽ സിഎം അല്ലാതെ ഇല്ല. അതുപോലെ ഇപ്പോ വേറൊരു നിങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു റഹ്മത്തുള്ള കാസിമിയെ പോലെയൊക്കെ തരം താഴ്ന്ന, എനിക്കൊന്നും തിരിയുന്നില്ല, എനിക്കിപ്പോൾ അന്തം പോയി, പണ്ട് വർഷമൊക്കെ കിട്ടിയിരുന്നു, ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവരെയൊക്കെ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരു നിലപാടുള്ള വ്യക്തി എന്നാണ്. ആദർശവും നിലപാടും അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിൽ താങ്കൾ ചില മായാവി കഥകൾ അത് പറയുമ്പോൾ അത് ഇസ്ലാമുമായിട്ട്, ഇസ്ലാമിൽ താങ്കൾക്കത് തെളിയിക്കുക, പരിശുദ്ധ ഖുർആൻ കൊണ്ടോ സ്വഹീഹായ ഹദീസ് കൊണ്ടോ. ഇപ്പോൾ ശംസുൽ ഉലമ പറക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ശംസുൽ ഉലമ എന്താണ്, പറവയോ കിളി മൈനെ? അപ്പോൾ അങ്ങനത്തെയൊക്കെ പറയുന്ന ചില കാര്യങ്ങളിൽ അത് താങ്കൾ പറഞ്ഞോളിയും കുഴപ്പമില്ല, താങ്കൾ ആ സ്ഥാനവും പ്രായവും ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് താങ്കളോട് നസീഹത്തോടെയാണ് പറയുന്നത്. ഇത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്, നിങ്ങൾക്ക് തോന്നലാണെങ്കിൽ അത് സുന്നിസമാണ്, അഹ്ലു സുന്നയാണെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതൊന്ന് അങ്ങനെയാണ് സഹോദരന്മാരെ നമ്മളെ വീക്ഷിക്കുന്ന ആളുകളുടെ. അപ്പോൾ ചിലർ ചോദിക്കും അതിന് നീ ആരാന്ന്. ഇസ്ലാം ആരുടെയും തറവാട്ടുവകയല്ല, ആർക്കും തീരെഴുതി തന്നിട്ടില്ല. പരിശുദ്ധ ഖുർആൻ, സ്വഹീഹായ ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹു എന്ന്
പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യയും മാത്രമല്ല, അള്ളാഹുവിന് പല പേരുകളുണ്ട്. പല ആളുകൾ പല പേരിട്ട് വിളിക്കുന്നു. യഹ്വേ എന്നതും യഹോവ എന്നതും പരബ്രഹ്മം എന്നതും ഒക്കെ ഈ ആലം മുഴുവൻ പടച്ച് അത് സംരക്ഷിച്ച് അത് നിയന്ത്രിച്ച് അതിൻ്റെ ഉടമസ്ഥനായ ആ റബ്ബിനെ പല പേരുകളിൽ പല ആളുകൾ വിളിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അധ്യായം ബക്കറയിലെ 62-ാമത്തെ ആയത്ത് വചനം അതൊന്ന് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഈ പറഞ്ഞതിൻ്റെ ആശയം. ഇത് അള്ളാഹു പറഞ്ഞത് തന്നെയാണ്. ഒരിക്കലും സർവമത സത്യവാദം അല്ല ഞാൻ പറയുന്നത്, സർവ്വവേദ സത്യവാദവുമല്ല പറയുന്നത്. അള്ളാഹു നമ്മുടെ മാത്രമല്ല. അള്ളാഹു നമ്മുടെ മാത്രമല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും നമ്മുടെ മാത്രമല്ല, മുസ്ലിമിൻ്റെ കുത്തകയല്ല എന്നർത്ഥം. അങ്ങനെ നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് ആളുകൾ പഠിക്കുന്നത് അത് നിങ്ങളൊക്കെ ഭയപ്പെടുന്നു അല്ലേ? ഈ കുടം തുളുമ്പാതെ ഇങ്ങനെ കൊണ്ടടക്കുക നമുക്ക്. അതിനിടയ്ക്ക് ഇസ്ലാമിനെ മോശമാക്കുന്ന തരത്തിൽ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അതങ്ങനെയല്ല അങ്ങനെയെന്ന് പറയും. നമ്മൾ വേറൊന്നും പറയുന്നില്ലല്ലോ, നമ്മൾ ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാ ഏതായാലും പറഞ്ഞു നീട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഈ പറഞ്ഞ വിഷയങ്ങൾ ഏത് സുന്നി ആദർശമാണ് എന്നുള്ളത് പറയുക. പിന്നെ സുന്നി എന്ന് പറഞ്ഞാൽ സമസ്തയാണ് എന്നുള്ളത് നിങ്ങൾ അങ്ങനെയാണ് കൂട്ടിയിട്ടില്ലെങ്കിൽ ഓക്കെ, അത് അങ്ങനെ ഒരു സുന്നിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നതിൻ്റെ ആഗോളതലത്തിൽ പറയുന്ന ഷോർട്ട് നെയിമാണ് സുന്നി എന്നുള്ളത്. ഷിയ സുന്നി, ഷിയ അഹ്ലുസുന്ന എന്ന് പറയില്ല, അല്ലെങ്കിൽ അഹ്ലുസുന്ന വൽ ജമാഅ ഷിയാക്കൾ എന്ന് പറയില്ല. പിന്നെ ഷിയാക്കളിൽ തന്നെ നേരത്തെ പറഞ്ഞു കുറേ വിഭാഗങ്ങളുണ്ട്. അഹ്ലുസുന്ന വൽ ജമാഅയിലും കുറേ വിഭാഗങ്ങൾ ഉണ്ടാകുമായിരിക്കാം. പക്ഷേ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ മാ അന അലൈഹി അൽയൗമ വസ്ഹാബിഹി എന്നതാണെങ്കിൽ ആ ദിവസത്തിൽ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ അന്നുള്ള ആ വിശ്വാസത്തിൽ ആ വിശ്വാസധാരയിൽ നമുക്ക് മുന്നേറാം. അൽഹംദുലില്ലാഹ് ഖൈറ് എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാ ആരോടും വിദ്വേഷമില്ല, വെറുപ്പില്ല. ഇതൊക്കെ എതിർക്കണവരുണ്ടാവും. ചിലപ്പോൾ ഇന്ന് തന്നെ വാട്സപ്പ് കാണാം, മുജാഹിദീങ്ങൾ എന്നുള്ള ചില ആളുകൾ ഇതിനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. എന്തെങ്കിലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പറഞ്ഞാൽ അതിനെ എതിർക്കുക എന്നുള്ളതാണ്. എന്നാൽ അവരോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇതിനൊന്നും മടങ്ങൂല. ഇത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഈ ആശയാദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തത് പറയുമ്പോൾ ഇപ്പം മമ്പ്രം തങ്ങളെ പറ്റി തന്നെ പല കറാമത്തുകളുണ്ട്. അവർ സുബഹിക്ക് ഇവിടുന്ന് പോയി സുബഹി ഹറമെന്ന് നിൽക്കരിച്ചു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പലതുണ്ട്. എനിക്ക് പലതും അറിയാത്തതുകൊണ്ടല്ല. പക്ഷേ അപ്പോൾ അതിനെ പരിഹസിക്കാനുണ്ടാവും. ഇന്നത്തെ ഇതിൽ പല ആളുകളുണ്ടല്ലോ പിന്നെ പറയണവർ. ജനങ്ങൾ ബഹുമാനപ്പെട്ടവരെ പറ്റി മനസ്സിലാക്കി ദുന്യാവിനോട് വലിയ മഹബത്തുള്ള ആളാണ് ശൈഖുനാ ശംസുൽ ഉലമ. ആ ഒരു മഹബത്ത് മൂപ്പർക്ക് ഇല്ലെങ്കിൽ ത്വാറഫിൽ ഹവ, ആകാശത്തിൽ കൂടി പറക്കുമായിരുന്നു. അവരോട് നമുക്ക് പറയാനുള്ളത് ദുന്യാവിനോടുള്ള യാതൊരു മഹബത്തും മൂപ്പർക്കില്ല. അതില്ലാത്തത് കൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ മൂപ്പര് ആകാശത്തിൽ കൂടി പറക്കെടുപ്പ് ചെയ്യണം. ഹയാത്ത് കാലത്തും ആകാശത്തിൽ കൂടി പറക്കാറൊക്കെ കഴിയണ മഹാനായിരുന്നു ബഹുമാനപ്പെട്ടവർ. അവരോട് അടുത്തുകൊണ്ടിട്ട് അവരാരാന്ന് മനസ്സിലാക്കാൻ നമുക്കാർക്കും സാധിച്ചില്ല. അതാണ് നമുക്കൊക്കെ പറ്റിയതായ തെറ്റ്. ഒരുത്തൻ ആകാശത്ത് കൂടെ പറന്നു എന്ന് വെക്കുക, അവൻ ഭൂമിൻ്റെ മേലിൽ സഞ്ചരിച്ചു, സമുദ്രത്തിൻ്റെ മേൽ സഞ്ചരിച്ചു, വെള്ളത്തിൽ കൂടെ നടന്നു എന്ന് വെക്കുക. ഓ അഹിയൽ മൗത്ത, മരിച്ചവരവൻ ഹയാത്താക്കി എന്ന് വെക്കുക. എന്നാൽ തന്നെ അവനെ നീ പിൻപറ്റാൻ പാടില്ല. അവൻ ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടിയല്ലെങ്കിൽ എന്നാ. സമസ്തയുടെ ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കണേന്ന് എപ്പോഴാണ്? ബിദ്അഈ പ്രസ്ഥാനങ്ങൾക്കുള്ളതായി തള്ളിക്കയറ്റപ്പെട്ടുണ്ടായപ്പോൾ. അപ്പോൾ ബിദ്അഈ പ്രസ്ഥാനങ്ങളെ എങ്ങനെ നേരിടണം, അതിന് സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ഉസൂലുകളൊക്കെ വളരെ വ്യക്തമായ നിലക്ക് മൂപ്പര് പഠിപ്പിച്ചത്. ആ ഉസൂൽമൽ നിന്നുകൊണ്ട് പിന്നെ നമ്മൾ നോക്കിയാൽ മതി. പെണ്ണുങ്ങളെ നിങ്ങൾ പള്ളിയിലേക്ക് വരരുത് എന്നല്ല റസൂൽ പറഞ്ഞത്. പെണ്ണുങ്ങളോട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് നിങ്ങളുടെ വീടാണ് നിങ്ങൾക്ക് ഉത്തമം. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ ഫീഹി റിജാൽ, ആ പള്ളിയിൽ ആണുങ്ങൾ മാത്രമാണ് ഉണ്ടാവേണ്ടത് എന്നും പറഞ്ഞു. ആ പള്ളിയിൽ ആണുങ്ങൾ മാത്രം ഉണ്ടാവുക, അവരെ വീടാണ് നല്ലതെന്നും പറയാം. പിന്നെ പറയാം വലിയ ഖുറൂജന തഫിലാത്ത്, ആ പെണ്ണുങ്ങൾ അങ്ങനെ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ആ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടട്ടെ. അവരെ വസ്ത്രങ്ങൾ മുഷിഞ്ഞ വസ്ത്രങ്ങളാവണം. അവരിൽ നിന്ന് വരുന്ന വാസനകൾ നല്ല വാസനകളാവരുത്. അവിടെ നല്ല വാസന അല്ലാത്ത വാസന വഴി പുറപ്പെട്ടത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പം എൻ്റെ നേരേക്ക് കുതിരയിലുണ്ട്. ഞാൻ പറഞ്ഞതല്ല, റസൂൽ ആ നല്ല വാസനകൾ ഉണ്ടാക്കിക്കൊണ്ട് അല്ലാത്ത വാസനകൾ ഉണ്ടാക്കിക്കൊണ്ട് പെണ്ണുങ്ങൾ വരണം എന്നല്ല പെണ്ണുങ്ങൾ പറയണത്. റസൂൽ പറഞ്ഞത് ഏതൊരു പെണ്ണും അങ്ങനത്തെ ഒരു മോശമുള്ള വാസനയായിട്ട് പുറപ്പെടാൻ അവർ ഇഷ്ടപ്പെടൂല. അപ്പോൾ പെണ്ണുങ്ങൾ സ്വാഭാവികമായിട്ട് അവർ പള്ളിയിലേക്ക് വരാതെക്കും. അതാണ് ഇപ്പോൾ നമ്മളൊരു ബുദ്ധിയുള്ള ഒരുത്തനോട് പറയും, ഇജ്ജ് പുറത്തേക്ക് പോകരുത്, ഇജ്ജ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ തുണി കുപ്പായൊക്കെ അയച്ചിട്ടിട്ട് അവരത്തൊക്കെ കാണിച്ചേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ മോൻ പോവില്ല. അപ്പോൾ ആദ്യം റസൂൽ എന്താ പറഞ്ഞത്? ബുയൂത്തുന്ന ഖൈറുൻ ലഹുന്ന ഫീഹി റിജാൽ, അവിടെ ആണുങ്ങളാണ് ഉണ്ടാവേണ്ടതെന്ന്. പിന്നെ പറയാണ് വലിയ ഖുറൂജന തഫിലാത്ത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിരോധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് അബദ്ധമാണത്.
അപ്പൊ ഇങ്ങനത്തെ വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഖദ്ദസുല്ലാ. ഞാൻ ഈ മുമ്പൊക്കെ എപ്പോഴും ആദ്യമൊക്കെ മൂപ്പരെ ഈ സ്മരണ ഇതുപോലുള്ള പിന്നെ ഈ അനുസ്മരണത്തിൽ പറയാറുണ്ടായിരുന്നു അവരൊക്കെ ജീവിച്ച കാലത്താണ് മൂപ്പര് ജീവിച്ചത് നോക്കുക. നലക്കാന മുസ്തഖില്ലൻ മദ്ഹബിയും അവരെ മദ്ഹബ് പോലത്തെ ഒരു മദ്ഹബ് മൂപ്പർക്കുണ്ടാവും. അപ്പൊ അത്രയും വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഖദ്ദസുല്ലാ. അവരെ ആ സംഘടന പാഠമാണ് ഇന്നിപ്പോ നമുക്ക് ഇവിടെ കിട്ടുന്ന അനുഭവം എന്ന് പറഞ്ഞു. ഒരു ക്രിസ്ത്യാനികളായിട്ടൊക്കെ ഉണ്ടായ ആ സംഭവത്തിന്റെ ഒന്ന് മൂപ്പര് പറയലുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു എന്ന് മൂപ്പര് പറയലുണ്ട്. മൂപ്പര് പറഞ്ഞത് ആരും കണ്ട് കയറണ്ടാണ് ആ സ്റ്റേജിൽ. ഇതിനെ പറ്റി പറയുന്നുണ്ട്, ഇവിടെ വ്യക്തികളൊക്കെ സ്റ്റേജിൽ കയറ്റിയാൽ അവിടെ റസൂലൊന്നും വരില്ല, അവിടെ ഞാൻ ഒറ്റക്ക് മതി, അവിടെ എല്ലാം അവിടെ താഴ്ത്തി ഇടാൻ മതി. സ്റ്റേജിൽ കാർത്തിക കയറ്റിയില്ലായിരിക്കും, അതാ സ്റ്റേജിൽ ആരും കയറേണ്ടതാണ്. റസൂലൊക്കെ സ്റ്റേജിലുണ്ടെന്നാ മൂപ്പര് പറയില്ലേ. ബഹുമാനപ്പെട്ട മനുഷ്യങ്ങൾ പറഞ്ഞില്ലേ, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തേക്കാക്കും മലക്ക് ചെന്നു. ആ നിലക്ക് മുരീദന്മാരെ സജ്ജമാക്കി സ്വർഗത്തിൽ കടക്കാൻ ആവശ്യമാവുന്ന നിലക്ക് അവരെ വിശുദ്ധരാക്കി കൊണ്ടുവരും മഹാന്മാരാവുന്ന മുറബിയായ മശായിഖന്മാർ. അവരെ മുരീദന്മാരും കൂടി സ്വർഗത്തിൽ കടത്തിയിട്ടേ അവർ കടക്കുള്ളൂ. ശൈഖുന ഇരുന്നും കൊണ്ടേന്നല്ല പ്രസംഗിച്ചിരുന്നത്. അപ്പൊ ശൈഖുന എന്താ ഒരു ഹദീസ് ഓതി എന്ന് പറഞ്ഞു. ഇയാൾക്ക് ഹദീസ് എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഹദീസ് ഓതി ശൈഖുന ആദ്യമുള്ളതിനേക്കാൾ വളരെ ഗൗരവത്തോടു കൂടിയും വളരെ ആവേശത്തോടു കൂടിയും പ്രസംഗിക്കാൻ തുടങ്ങി. ശൈഖുന കണ്ട് എണീച്ചു നിന്നു പറഞ്ഞു. എണീച്ചു നിന്നപ്പോൾ ശൈഖുനാൻ്റെ കൂടെ ഈ പിന്നെ അതും ഈ എന്താണ് മൈക്ക് പൊന്താൻ തുടങ്ങി. പൊന്തി മൂപ്പര് നിന്ന അവിടേക്ക് മൂപ്പര് പിന്നെ പ്രസംഗിക്കണ വായൻ്റെ നേരക്ക് വന്ന് അവിടെ നിന്നു. മൂപ്പര് എണീക്കുമ്പോൾ ഇവൻ ഓടി വന്നു, ഈ പിന്നെ മൈക്കിൻ്റെ ഓപ്പറേറ്റർ. അപ്പോൾ അവനോട് പറഞ്ഞു, ഈ അവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ നേരെ ഇരുന്നും കൊണ്ട് ഞാൻ കണ്ടതാണ്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ എന്താ ഇതിന് കുഴപ്പമെന്ന് വെച്ചു, ഇതൊക്കെ ജീവില്ലാത്തൊരു സാധനങ്ങളെ ഫോട്ടല്ലേ ഇത്, ഇതിനൊന്നും ജീവില്ലല്ലോ. അല്ല, ഇതിനൊക്കെ ജീവുണ്ട്, ഇതിപ്പോൾ പറക്കിന് കാണണമെന്ന് വെച്ചു. തങ്ങൾ പറഞ്ഞു, ഓരോ പക്ഷിയോടും തിറുബി ഇതിലില്ല. അപ്പോൾ ഓരോന്നും പറക്കാൻ തുടങ്ങിയതാണ്. ഓരോ പക്ഷികളും പറക്കാൻ തുടങ്ങി. പക്ഷികളെ ഫോട്ടോ ചെയ്ത് തങ്ങളവിടെ വെച്ചിരുന്നത്. പക്ഷെ തങ്ങൾ തിറുബി ഇതിനില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഇന്നി അഖ്ലുഖുലക്കും മിനത്തൈരി കായിഹത്തി ത്വയ്ർ ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ല. അപ്പോൾ ആ പക്ഷികളെ ഫോട്ടത്തിനോട് പറക്കാൻ പറഞ്ഞപ്പോൾ അത് പറന്നുപോയി. ഇതായിരുന്നു തങ്ങൾ. മുത്തുപ്പേട്ട ഇവിടെ ഏറുപാടി അല്ലാത്ത വേറെ സ്ഥലം ഉണ്ടല്ലോ, അല്ല ഒരു വാപ്പസൊക്കെ ചെയ്യില്ല മുത്തുപേട്ടൻ തന്നെ. ഏർവാടിയല്ല, മുത്തുപേട്ടുണ്ട്. അവിടെ മൂപ്പര് ഇവിടെ ഒരു ചെറിയൊരു മാംസ കഷ്ണം ഈ നെല്ല് ഉള്ളിൽ. അപ്പൊ മൂപ്പരയോട് എല്ലാവരും കൂടി അവിടെ സിയാറത്തിന് പോകാൻ പറയും. മൂപ്പര് എനിക്ക് അതിനൊന്നും ആവുകയെന്ന് പറഞ്ഞു, അവിടെ ഇവിടെയും സിയാറത്തിന് പോകാനൊന്നും. അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ച് മുത്തുപേട്ടൊക്കെ കൊണ്ടുപോയി പറയും. അവിടെ മുത്തുപേട്ട പോയി സിയാറത്തിന് ഒന്ന് 1-2 ദിവസം അവിടെ ഒരു സെറ്റ് അവിടെ കിടന്നേല. എന്നിട്ടൊന്നും ഇത് കണ്ട് പോരുന്നില്ല, മൂക്കുന്നത് പോരണല്ലോ. അപ്പൊ മൂപ്പർക്ക് അതിൽ കൂടി ഹാരടി എന്താ ഇവിടെ ഒന്നും ഞാൻ മൂത്തൊന്നും പോരുന്നില്ല, ഞാൻ പോവാന്ന് പറഞ്ഞ് നിൽക്കുന്നു. അവസാനം അവിടെ ഒതുണ്ടാക്കാൻ പോയി. അവിടുത്തെ മുത്തുപേട്ട അവിടെ മക്കാമെന്ന് ചെന്ന് പറഞ്ഞില്ല, ഞാനിവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നാൽ ഇതൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഇത് ഓപ്പോസിറ്റ് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങളെ പറ്റിയൊന്നും ഒരു വിശ്വാസം ഇപ്പൊ എനിക്കില്ല. ഇതിവിടെ ഞാൻ വന്നിട്ട് എത്ര മിസ്സായി, ഇപ്പോഴൊന്ന് കളങ്ങാന്ന് വെച്ച് ഞാൻ പോവുകയാണെങ്കിൽ ദർശമൊക്കെ മുടക്കി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഏതായാലും അവിടുന്ന് അടുത്ത നിസ്കാരത്തിന് ഒതുണ്ടാക്കാൻ വേണ്ടി പുറത്തു പോയതായിരുന്നു. ഒതുണ്ടാക്കാൻ വേണ്ടി മൂപ്പില് വെള്ളം കഴിച്ചിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ തുബീപ്പത്ത് പോയി. അപ്പൊ അതൊക്കെ അത്ര നിഷ്കളങ്കരാകുന്ന വലിയ മനുഷ്യന്മാരെന്ന് അവരൊക്കെ കണ്ണീത്ത് ഉസ്താദ് എന്നൊക്കെ പറഞ്ഞത്. വരക്കൽ മുല്ലക്കോയ തങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ പറയല് കുത്തുബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണെന്ന്. അപ്പോൾ അത് കുത്തുബുകൾ പല വിധത്തിലുണ്ടാവും. കുത്തുബുൽ അഖ്താബ് ഉണ്ടാവും, കുത്തുബുൽ ഖദിയുണ്ട്, കുത്തുബുൽ സമാൻ, അങ്ങനെ അത് പല വകുപ്പുകളാണ് അവരിൽ. അപ്പം ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അത് കുത്തുബീങ്ങൾ എന്നുള്ള ഏത് വകുപ്പിലാണ് മൂപ്പര്? അത് മൂപ്പര് പറഞ്ഞിട്ടില്ല. മൂപ്പർക്ക് അത് പറയാൻ അറിയാത്തതുകൊണ്ടല്ല, കാരണം മൂപ്പർക്ക് വരക്കൽ മുല്ലക്കോയ തങ്ങൾ കുത്തുബീങ്ങൾ പെട്ടതാണ്. കുത്തുബീങ്ങളിൽ ഏത് സ്ഥാനത്താണുള്ളതെന്നൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് അറിയാം. അഹ്ലുസുന്നക്ക് ഒരു കുത്തുബിനെ പരിചയമില്ല. അഹ്ലുസുന്ന എവിടെയും കുത്തുബിനെ പറഞ്ഞിട്ടില്ല. ഏറി വന്നാൽ അബ്ദാലി എന്ന പദപ്രയോഗം ഒരുപക്ഷെ സ്ഥിരപ്പെടാത്ത ദുർബലമായ ചില ഹദീസിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ചില പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ അബ്ദാലിനെ കുറിച്ച് ചർച്ചയുണ്ട്, ശരിയാണ്. ഉദാഹരണമായി ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ അൽ ഫത്താവയിൽ അബ്ദാലിനെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്ത് കുത്തുബി എന്ന സാങ്കേതിക നാമം, വൗസി എന്ന സാങ്കേതിക നാമം, അതൊന്നും അഹ്ലുസുന്നക്ക് പരിചയമില്ല, അങ്ങനെ ചർച്ചയുണ്ടായിട്ടുമില്ല. പക്ഷേ കുത്തുബി എന്ന പേരുണ്ടായി. എന്താ കുത്തുബ്? കുത്തുബ് എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട് എന്നാണ് അർത്ഥം.
അച്ചുതണ്ട്. എന്തിന്റെ അച്ചുതണ്ട്? ലോകത്തിന്റെ അച്ചുതണ്ട്. ലോകത്തിന്റെ മൊത്തം കൺട്രോളർ അതാണ് കുത്തുബ്, അതാണ് കുത്തുബുസ്സമാൻ, അതാണ് കുത്തുബുൽ അഖ്താബ്. അങ്ങനെ ലോകത്ത് വന്ന അച്ചുതണ്ടുകള്, കുത്തുബുകള്, ആ അച്ചുതണ്ടുകൾ എല്ലാരും കൂടെ സംഗമിച്ചാൽ അവരുടെ കുത്തുബ്, അതാ കുത്തുബുൽ അഖ്താബ്. അതൊരു സ്വഹാബിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല. ഒരു താബിഈക്ക് കുത്തുബാകാൻ കഴിഞ്ഞില്ല, കുത്തുബുൽ അഖ്താബാകാൻ കഴിഞ്ഞില്ല. ഒരു താബിക്ക് കഴിഞ്ഞില്ല, ഷാഫി ഇമാമിന് കഴിഞ്ഞില്ല, അബൂ ഹനീഫ ഇമാമിന് കഴിഞ്ഞില്ല, ഇമാം മാലിക്കിന് കഴിഞ്ഞില്ല, ഇമാം അഹ്മദിന് കഴിഞ്ഞില്ല, ഇമാം ബുഖാരിക്കോ ഇമാം മുസ്ലിമിനോ മറ്റു ഹദീസ് പണ്ഡിതന്മാർക്കോ ആ സ്ഥാനമുണ്ടായില്ല. കുത്തുബുൽ അഖ്താബ് എന്ന് പറഞ്ഞാൽ ഏത് സാധാരണ മുസ്ലിമീങ്ങളും പറയുന്നു ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇങ്ങനെ ആരാ പഠിപ്പിച്ചു വെച്ചത്? മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുടെ പ്രവർത്തനം ഇവിടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെ മഹാന്മാരാവുന്ന മശായിഖന്മാരോട് ചോദിച്ച് സമ്മതം വാങ്ങിയതിന് ശേഷം സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്ത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറഞ്ഞത് ഇതൊരു ഇലാഹിയായ സംഘടനയാണ്. ഈ സംഘടനയെ ഒരു നിലക്കും എന്തെങ്കിലും നിലക്ക് ഇതിന് പോറലേറ്റിക്കാൻ ഇവിടുത്തെ ഒരു ശക്തിക്കും സാധ്യമല്ല. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംഘടനയെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇതിൻ്റെ മേലെ ഇതിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവുന്ന ആളുകളാണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ നിയന്ത്രണം അതിൻ്റെയൊക്കെ മേലെയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകമാവുന്ന മദതും പ്രത്യേക നെദറും ഒക്കെ ഈ സംഘടനയുടെ മേലുണ്ടാവും. കാരണം അങ്ങനെയാണ് ദീനിനെ സംരക്ഷിക്കേണ്ട സംഘടനയാവുമ്പോൾ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും. റസൂലുള്ളാഹിന് വേണ്ട സഹായ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. എന്നെ മനുഷ്യങ്ങളും പറഞ്ഞത് കൊല്ലം നിലത്തിന്നെ വിളിപ്പോർക്ക് വായുളർത്തുറം ചെയ്യും ഞാനെന്നു. അത് നമ്മൾ ആ റേഞ്ചിലാവണം. ആ റേഞ്ചിൽ നമ്മൾ വിളിച്ചാൽ ഒരു വിളി കേൾക്കും. അതൊരു ഇലാഹിയായ ഒരു റേഞ്ചാണത്. ആ റേഞ്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടായിരിക്കും അവർ ആ വിളി കേൾക്കുന്നത്. ആ വിളികളുടെ വിളിക്കനുസരിച്ചുള്ളതായ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിട്ട് അവർ കൈകാര്യം ചെയ്യുന്നു. ലോകത്തിന്റെ എവിടെ നിന്ന് ആരെന്നെ വിളിച്ചാലും അവരുടെ വായ കൂടുന്നതിന് മുമ്പ് അവർക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന. എവിടെ നിന്ന് വിളിച്ചാലും ഇതാരുടെ പ്രത്യേകത? സ്ഥലകാല ശബ്ദ വ്യത്യാസമില്ലാതെ ശതകോടി ജനങ്ങളുടെ വിളി ചുണ്ടനക്കങ്ങളെ വേർതിരിച്ചറിയുന്ന സൃഷ്ടാവായ അള്ളാന്റെ പ്രത്യേകത വെച്ചുകൊടുത്തു. അള്ളാഹ്ക്ക് 99 മുഹ്യദ്ദീൻ 90 അങ്ങനെ വെച്ചുകൊടുക്കണേ. അപ്പൊ ഉത്തരം നൽകുന്ന അപ്പോൾ ഒരു ചോദ്യം വന്ന മുബാറക്ക് മാസികയിൽ മുഹ്യദ്ദീൻ ഇംഗ്ലീഷ് അറിയും, എന്റെ മറുപടി എന്നറിയോ? ഏത് ഭാഷക്കാരൻ വിളിച്ചാലും ഷെയ്ഖിന്റെ പേരോ സൂചനകളോ ഉണ്ടാകുമല്ലോ. അപ്പൊ ഷെയ്ഖിന് മനസ്സിലാകും എന്നെയാ വിളിച്ചത്. ഷെയ്ഖ് ഉടനെ അള്ളാഹുവിലേക്ക് വിടും. അള്ളാഹ് ഷെയ്ഖിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന നമ്മൾ വിസ പാസ്പോർട്ട് എമിഗ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഷെയ്ഖിന് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ പേരുകൊണ്ട് മനസ്സിലാവില്ല എന്നെയാ വിളിച്ചത്. ഉടനെ ഷെയ്ഖ് അള്ളാഹുവിലേക്ക് വിടുന്ന. നമ്മളിപ്പോൾ രാവിലെ മലയാളത്തിലെ ആകാശവാണി ന്യൂസൊക്കെ കേട്ടു. നമ്മുടെ സുഹൃത്ത് അക്കിൻകുട്ടായുടെ ന്യൂസൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോഴാണ് അടുത്ത ന്യൂസ് വരുന്നത്. സമൃദ്ധി വാർത്താ ശ്രീന്താം പ്രവാചക ഭരതിവാനന്ദ സഗ്രഹം. അതിൻ്റെ ഇടയ്ക്ക് ശ്രീ നരേന്ദ്രമോദി പഠിച്ചോനെ ഇയാളിൽ ഇപ്പം എന്തുനോട്ടം നിരോധിക്കുമ്പോഴേ ഒന്നും മനസ്സിലായില്ലെങ്കിൽ അയാളെ പറ്റി എന്തോ പറഞ്ഞത് മനസ്സിലാവുമല്ലോ. ഇതേപോലെ ഷെയ്ഖിന് മനസ്സിലാകും എന്നെയാ വിളിച്ച്. ഷെയ്ഖ് അള്ളാഹുവിലേക്ക് വിടുന്ന സായിപ്പ് വിളിക്കണോ മുഹ്യദ്ദീൻ ഷെയ്ഖ് പ്ലീസ് ഹെൽപ്പ് മീ. അപ്പോൾ തമിഴ്നാട്ടുകാരൻ വിളിക്കേണ്ട ബാധാതിൽ മറിയപ്പെട്ടവരെ കാപ്പാത്തുങ്കോ. അപ്പോൾ മലയാളി വിളിക്കേണ്ട മൊയ്തീൻ ഷെയ്ഖ് രക്ഷിക്കണേ. ഉടനെ ഷെയ്ഖ് അള്ളാഹുവിലേക്ക് വിട്ടു. അള്ളാഹ് ഷെയ്ഖിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു.